ഇരിങ്ങാലക്കുടയുടെ സ്വന്തം ഇന്നസെന്റ് വിട പറഞ്ഞിട്ട് ഇന്നേക്ക് 2 വർഷം. എനിക്ക് പരിചയമൊന്നുമില്ല, ഞാൻ മുണ്ടില്ല. അതല്ല, ഉടുതുണി. മലയാള സിനിമയിലെ ചിരിയുടെ അടയാളമായിരുന്നു ഇന്നസെന്റ്. 2023 മാർച്ച് 26-നാണ് ക്യാൻസർ രോഗത്തെ തുടർന്ന് അന്തരിച്ചത്. 1972 നൃത്തശാല എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത്. മലയാള സിനിമയിലെ നിറസാന്നിധ്യമായ അദ്ദേഹം 750ഓളം ചിത്രങ്ങളിൽ വ്യത്യസ്ത വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. മാന്നാർ മത്തായി സ്പീക്കിംഗ്, കാബൂളിവാല, ദേവാസുരം, രാവണപ്രഭു, മണിച്ചിത്രത്താഴ്, മിഥുനം, ഗോഡ്ഫാദർ, വിയറ്റ്നാം കോളനി തുടങ്ങിയ അദ്ദേഹം അഭിനയിച്ച വേഷങ്ങൾ മലയാളികൾക്ക് മറക്കാൻ കഴിയാത്തതാണ്. ചിക്കൻ ബിരിയാണി മേടിച്ചതാണെന്ന് പറഞ്ഞിട്ട് നീ എന്നെ പറ്റിച്ചു കളഞ്ഞില്ലടാ റാസ്കൽ. ഒന്നേമാനെ പറ്റിച്ചതല്ല. പോകരുത്. അന്യായക്കാരൻ തന്ന 10 രൂപ പോലും ഞാൻ മറന്നു നിന്റെ ബിരിയാണിക്ക് വേണ്ടി. എന്നെ കൊണ്ട് നീ FIR മാറ്റി എഴുതിപ്പിച്ചു, പരമദ്രോഹി. എന്റെ സാറേ, ഇന്നലെ ഉച്ചയ്ക്ക് ഞാൻ പാരീസ് ഹോട്ടലിന് മുമ്പിൽ വന്നിരുന്നു, സാറിനെ കണ്ടില്ല. അത് നീ വല്ല സ്കൂൾ മാഷ്മാരോട് പറഞ്ഞാൽ മതി, അവര് വിശ്വസിക്കും. പോലീസുകാർ തലച്ചോറുള്ളവരാ. ഉച്ചയ്ക്ക് 12 മണി മുതൽ ഉച്ച തിരിഞ്ഞ് 3 മണി വരെ ഞാൻ പാരീസ് ഹോട്ടലിന് മുമ്പിൽ കാത്തുന്നതാ, തീ പാർന്ന വെയിലത്ത്. പറയുമ്പോ എനിക്ക് വേദനയുണ്ടടാ. 18 വർഷം തുടർച്ചയായി താരസംഘടനയായ അമ്മയുടെ പ്രസിഡന്റ് കൂടിയായിരുന്നു ഇന്നസെന്റ്. അഭിനയ രംഗത്ത് സജീവമായപ്പോഴും പൊതുരംഗവും മികച്ച രീതിയിൽ ഇന്നസെന്റ് കൈകാര്യം ചെയ്തിരുന്നു. 2014 ചാലക്കുടി മണ്ഡലത്തിൽ നിന്ന് LDF പിന്തുണയോടെ മത്സരിക്കുകയും പാർലമെന്റിൽ എത്തുകയും ചെയ്തു. ചാലക്കുടിയിൽ നിരവധി വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കി. ക്യാൻസർ രോഗികളുടെ ശബ്ദമാകാൻ അദ്ദേഹം പാർലമെന്റിൽ ശ്രമിച്ചു. അതിജീവന പോരാളി കൂടിയായ അദ്ദേഹം എഴുതിയ ക്യാൻസർ വാർഡിലെ ചിരി എന്ന പുസ്തകത്തിലെ ഭാഗം സ്കൂൾ വിദ്യാർത്ഥികളുടെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. TCV ന്യൂസ്, ഇരിങ്ങാലക്കുട.